കേരള നിയമസഭ മൂന്നാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം 2025 വേദി 4-ൽ മൈത്രി ബുക്സ് 5 വനിതകളുടെ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. സുമ VSന്റെ കരിത്തണ്ടൻ, സുകുമാരി സന്തോഷിന്റെ ആത്മബന്ധു, അനിത ചന്ദ്രോത്തിന്റെ നെയ്യക്കോലങ്ങൾ, ഷൈനി രാജേന്ദ്രന്റെ വേൽച്ചില്ലകൾ ചായുമ്പോൾ, സിമി രൂപികയുടെ കിനാവിന്റെ നക്ഷത്രദൂരം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നിർവഹിച്ചു. സുമ VSന്റെ കരിത്തണ്ടൻ കവിതാ സമാഹാരം നിയമസഭാ സെക്രട്ടറി ഡോക്ടർ കൃഷ്ണകുമാർ ഏറ്റുവാങ്ങി. പുസ്തകാവതരണം പ്രശസ്ത കവിയും മലയാള മിഷൻ രജിസ്ട്രാറുമായ വിനോദ് വൈശാലി നിർവഹിച്ചു. പൂവച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് സനൽകുമാർ, അരുവിക്കര MLA G. സ്റ്റീഫൻ തുടങ്ങിയ പ്രമുഖരുടെ സജീവ സാന്നിധ്യത്തിൽ പ്രൗഢഗംഭീരമായ വേദിയിൽ പ്രകാശനവും തുടർന്ന് അക്ഷരപ്പിറ എന്ന നാമകരണം ചെയ്യപ്പെട്ട കവിതാ അവതരണം ചർച്ചയും സ്റ്റുഡൻറ് സെന്ററിൽ സംഘടിപ്പിച്ചു. പ്രശസ്ത കവി ഏഴാഞ്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുസ്തകങ്ങൾ കവർ പേജ് ഡിസൈനിങ്, പുസ്തകാവതരണം എന്നിവ കവിതയും സാമൂഹ്യ പ്രവർത്തകനുമായ ഷാഫി മുഹമ്മദ് റാവുത്തർ നിർവഹിച്ചു. കോട്ടൂർ ഗീതാഞ്ജലി സംഘടിപ്പിച്ച പരിപാടിയിൽ സ്നേഹസാദരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രതിനിധികൾ പങ്കെടുത്തു. ഇവരെ അവിടെയായിട്ട് ഓടിച്ചു നോക്കാനുള്ള സമയമേ കിട്ടിയുള്ളൂ. ഒരു കാര്യം കാണാൻ പറ്റിയത്, and this is where I'm going to shift to English, is that ഇതിപ്പോ പെണ്ണെഴുത്ത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണോ? അല്ല. സ്ത്രീകളുടെ എഴുത്ത് പക്ഷെ ആണ് താനും. And what is it that they are writing about? But you find different kinds of titles here. There is a title which is connecting to culture. There's a title which is connecting to nature. There is a title that is connecting to internal landscapes. There is a title that is connecting to the stars and to dreams. And when you go through the books, when you go through the poems that are